ഒരിക്കൽ അഹങ്കാരിയും അഴിമതിക്കാരനുമായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ചട്ടമ്പി സ്വാമികളെ തൻ്റെ വീട്ടിലേക്ക് ഊണിന് ക്ഷണിച്ചു. ആ ക്ഷണം ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ചു. എന്നാൽ അദ്ദേഹത്തിന് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, തൻ്റെ കൂടെ ഏതാനും അനുയായികൾ ഉണ്ടാകുമെന്ന്. നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന് അത് അക്സെപ്റ്റബിൾ ആയിരുന്നു. കാരണം തൻ്റെ പൊങ്ങച്ചം കാണിക്കാനുള്ള ഒരു വേദി സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ സദ്യയുടെ ദിവസം വന്നെത്തി. ചട്ടമ്പി സ്വാമികൾ എത്തി. എന്നാൽ അനുയായികളെ ആരെയും കണ്ടില്ല. എന്നാൽ എല്ലാവർക്കുമായി സദ്യ വിളമ്പുവാൻ ചട്ടമ്പി സ്വാമികൾ നിർദ്ദേശിച്ചതനുസരിച്ച് പരിചാരകർ സദ്യ വിളമ്പി. അപ്പോൾ പെട്ടെന്ന് എവിടെ നിന്നോ കുറേ നായ്ക്കൾ പ്രത്യക്ഷപ്പെടുകയും സദ്യ കഴിച്ച് ഇലയെടുത്ത് പോകുകയും ചെയ്തു. ഇത് കണ്ട് നമ്മുടെ ആതിഥേയനായ സർക്കാർ ഉദ്യോഗസ്ഥൻ അത്ഭുതപ്പെട്ടു നിന്നു. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇവരെല്ലാം തന്നെ കഴിഞ്ഞ ജന്മത്തിൽ വലിയ പദവി ഉണ്ടായിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ അധികാരത്തിൻ്റെ മത്ത് പിടിച്ച് ചെയ്ത ദുഷ്ചെയ്തികളുടെ ഫലമായാണ് അവർ ഈ ജന്മത്തിൽ പട്ടികളായി പുനർജനിച്ചത്. പാപത്തിൻ്റെ ഫലം ഒരുവനെ എപ്പോഴും പിന്തുടരും. അതിൻ്റെ ഫലം അനുഭവിക്കാതെ രക്ഷപ്പെടുവാൻ സാധിക്കുകയുമില്ല. ഇത്തരത്തിൽ അധികാരത്തിനോടും ജാതി ചിന്ത പോലെയുള്ള ഇടുങ്ങിയ സാമൂഹിക മനോഭാവത്തോടും നിരന്തരം പോരാടിയവരായിരുന്നു ചട്ടമ്പി സ്വാമിയെ പോലുള്ള നവോത്ഥാന നായകർ. മനുഷ്യർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത അക്കാലത്ത് മനുഷ്യരോടൊപ്പം പട്ടിയെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കുന്ന ചിന്ത തന്നെ ഒരുതരം വിപ്ലവമായിരുന്നു. നമുക്ക് പരിശോധിക്കാം മനുഷ്യൻ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ജാതി വ്യവസ്ഥയ്ക്കെതിരെ പ്രതികരിച്ച ചില സാമൂഹിക മുന്നേറ്റങ്ങളെക്കുറിച്ച്. ആദ്യത്തേത് സമപന്തി ഭോജനമാണ്. ഇതിന് നേതൃത്വം നൽകിയത് വൈകുണ്ഠ സ്വാമികളാണ്. രണ്ടാമത്തേത് പന്തി ഭോജനമാണ്. ഇതിന് നേതൃത്വം നൽകിയത് തൈക്കാട് അയ്യയാണ്. മിശ്ര ഭോജനത്തിന് നേതൃത്വം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ്. തൂവയൽ ഭോജനം വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടത് തന്നെ. പട്ടിസദ്യ ആരുമായി ബന്ധപ്പെട്ടതാണ്? അത് ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ടതാണ്.